ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഈസി ആയിട്ടുള്ള ഒരു മന്തി റെസിപ്പിയാണ് ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇനി മന്തി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ആരും പറയണ്ട, വീഡിയോ കണ്ടിട്ട് ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കി കേട്ടോ. അപ്പോൾ അറബിക്ക് മസാലയും മാഗി ക്യൂബൊന്നും ഇല്ലാണ്ട് നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഒരു മന്തി ഉണ്ടാക്കാം. അപ്പോൾ മന്തി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അതിലേക്കുള്ള മസാല ഉണ്ടാക്കുന്നുണ്ട്. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടത് 2 അല്ലി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂണ് കുരുമുളക്, 1 ടേബിൾ സ്പൂണ് മല്ലി, 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി. ഇതെല്ലാം നമുക്കൊരു മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങളെ കയ്യിൽ മുഴുവനായിട്ടുള്ള മല്ലിയും മുഴുവനായിട്ടുള്ള കുരുമുളകും ഇല്ലെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂണ് പകരം 3/4 ടീസ്പൂണ് പിന്നെ മല്ലിപ്പൊടിയും കുരുമുളകൊക്കെ ഇതുപോലെ ജാറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്തായാലും ചെറിയ ജീരകവും വെളുത്തുള്ളിയൊക്കെ മുളക് പൊടിയൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല സ്മെല്ലാണ് കേട്ടോ ഈ മസാലക്ക്. നമ്മളെ മന്തി കടയിൽ നിന്ന് വാങ്ങുന്ന മന്തി മസാലയും അറബിക്ക് മസാല ഒന്നും ഇത്ര സ്മെല്ലുണ്ടാവില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ മസാലക്ക് അത്രയും ടേസ്റ്റും ഉണ്ട്, നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കുക്കാക്കാനും വേണ്ടിയിട്ടുള്ള പോട്ടിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാൻ 2 കിലോ ചിക്കനാണ് എടുത്തത്. എന്നിട്ട് അതിനൊക്കെ നല്ലോണം വരഞ്ഞ് കൊടുക്കുക. നമ്മളെ മസാലയൊക്കെ അകത്ത് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ചിക്കൻ്റെ അകത്ത് നല്ലോണം പിടിക്കാനും ഒരു നല്ല ടേസ്റ്റും വരാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ നല്ലോണം വരഞ്ഞിട്ട് ഞാനിവിടെ 100 ഗ്രാം സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മസാജ് ചെയ്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നിങ്ങൾക്ക് പുറത്തോ ഫ്രിഡ്ജിലോ എവിടെ വേണമെങ്കിലും വെക്കാം. നമ്മൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇപ്പോൾ എൻ്റെ ചിക്കന് ഇതൊക്കെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും ചിക്കൻ. ഇനി നമുക്ക് അതൊരു 10-20 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പാടെ ഒന്ന് തുറന്ന് നോക്കുക. ഇതുപോലെ ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. ആ ടൈം ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. ചിക്കൻ നേരത്തെ കഴുകി വെച്ചാണെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ കഴുകി വെച്ചാണെങ്കിൽ ഇതുപോലെ വെള്ളം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് ചിക്കനിൽ വെള്ളം ഉണ്ടായിന്. അങ്ങനെ ഒന്ന് തിരിച്ച് മറച്ചിട്ടിട്ട് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് കുക്കാക്കി എടുക്കുക. നമുക്ക് മന്തിയിലേക്കുള്ള റൈസ് ഉണ്ടാക്കാം. ഞാനിവിടെ വെള്ള റൈസാണ് എടുത്തത്, വെള്ള ബസ്മതി റൈസാണ് എടുത്തത്. 1 കിലോനാണ് എടുത്തത് കേട്ടോ. 2 കിലോ ചിക്കന് 1 കിലോ അരിയാണ് ഞാൻ എടുത്തത്. അത് നമ്മൾക്ക് നല്ലോണം വാഷ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കുതിർത്തി വെക്കാം. ഇനി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 50 ഗ്രാം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ച് കൊടുത്തത്. അതിലേക്ക് ആദ്യം നമുക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഒരു സവാള കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് നല്ലോണം വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 5-6 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടുള്ള പച്ചമുളകാണ്, കട്ടാക്കണ്ട. അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം അധികം കുക്കാവൊന്നും ചെയ്യണ്ട. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള പൈസസ് ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ എല്ലാം കുറച്ച് ഓരോ ടീസ്പൂണ് മല്ലി, കുരുമുളക്, ചെറിയ ജീരകം, ബേ ലീഫ്, പട്ട, ഗ്രാമ്പ്, ഏലമൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ളതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഉപ്പെല്ലാം ഒന്ന് ചെക്കാക്കി ഇത് അടച്ച് വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മളെ വെള്ളം ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് നേരത്തെ നമ്മൾ വാഷ് ചെയ്തിട്ട് കുതിരാൻ വെച്ച അരി ഉണ്ടല്ലോ, അതിൽ വെള്ളമൊക്കെ ഊറ്റി മാറ്റിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് തുറന്ന് വെക്കുമ്പോൾ തന്നെ അതിൽ വെള്ളമെല്ലാം വറ്റി വരും. വെള്ളം വറ്റി വന്നാൽ ലോ ഫ്ലെയിമിലാക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്കാകുമ്പോഴൊക്കെ നമ്മളെ ചോറും റെഡി ആയിട്ടുണ്ടാവും. കുറേ ടൈം തിരിച്ച് മറിച്ചൊന്നും ഇടണ്ട കേട്ടോ, ചോറ് പൊട്ടിപ്പോവും. ആ വെള്ളം വറ്റിയിട്ടാകുമ്പോൾ ഒന്ന് ഇളക്കി അടച്ച് വെച്ചിട്ടാകുമ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചോറ് റെഡിയാവും. അങ്ങനെ ചോറുണ്ടാക്കിയ പാത്രത്തിൽ തന്നെ ഞാൻ ചോറൊക്കെ മാറ്റിയിട്ട് നമ്മൾ നേരത്തെ കുക്കാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിയിൽ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചിക്കൻ്റെ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചോറിട്ട് കൊടുക്കുക. ചോറിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിച്ച എണ്ണ ഉണ്ടാവില്ല, അത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചിന്. അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ റെഡ് ഫുഡ് കളറും ഒരു ഗ്ലാസ്സിൽ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ ഒറ്റിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ റെഡ് ഫുഡ് കളറും കുറച്ച് ഇതുപോലെ ഒറ്റിച്ച് കൊടുക്കുക. നല്ല കളർഫുള്ളായിട്ടുള്ള മന്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കഴിക്കുന്ന സമയത്ത് നല്ല കളർഫുള്ളായിട്ടുള്ള മന്തിയല്ല നമുക്ക് കിട്ടുന്നത്. അതുപോലെ ആകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കളർ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ബാക്കി വന്ന ചോറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ചിക്കൻ കുക്കാക്കിയ ഓയിലില്ലേ, അത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. 2 കളറും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
അതിന് ശേഷം നമ്മൾ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് അതിലൊരു പോട്ട് വെച്ചിട്ട് ഇതുപോലെ സ്റ്റൗവിൻ്റെ മേലിൽ ചോറ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ചാർക്കോൾ കത്തിക്കുക. അതിൽ കുറച്ച് ഓയിൽ എത്തിച്ചിട്ട് ഒന്ന് സ്മോക്കിങ് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴൊക്കെ തന്നെ അതിൻ്റെ പുകയൊക്കെ പോയി കിട്ടും. ഒന്ന് ചോറ് തണിയാനായിട്ട് വെക്കുക. തണിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതുപോലെ ചോറെല്ലാം ഒന്ന് മിക്സ് ഇതെന്താ പറയുക, നമ്മൾ ഓയിലും കളറൊക്കെ എല്ലായിടത്തും ഒരുപോലെ ആകണ്ടേ, അതിന് വേണ്ടിയിട്ട് ചോറൊക്കെ ഒന്ന് ഇളക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് അടിയിലുള്ള ചിക്കൻ കോരിയെടുക്കുക. അല്ലെങ്കിൽ ചോറ് കോരുന്ന സമയത്ത് ചിക്കൻ പൊടിഞ്ഞ് വന്നിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം ഇതുപോലെ എല്ലായിടത്തും വന്ന് ഇളക്കി ആ എണ്ണയും കളറെല്ലാം ഒരുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കോരി മാറ്റിയ ചിക്കൻ ഇതിന് മുകളിൽ ഇട്ടെടുക്കുക. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ മന്തിയുടെ ഫൈനൽ ലുക്ക്. നല്ല മസാല ഒക്കെ പിടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. അതുപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള റൈസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതുപോലെ മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മന്തി കഴിക്കുകയേ ചെയ്യില്ല. അത്രയും ടേസ്റ്റാണ് ഈ മന്തിക്ക്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മന്തി ഉണ്ടാക്കി കൊടുത്ത് വീട്ടിൽ സ്റ്റാറാവും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാലും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടേക്ക് കെയർ, ബൈ ബൈ.